ചെങ്കള നമ്മളൊന്ന് വാട്ടർ പ്രൂഫ് ചെയ്യാൻ വന്നാണ്. അത് 5-6 ബാത്റൂം ഉണ്ട് വാട്ടർ പ്രൂഫ് ചെയ്യാനുള്ളത്. അതിനുള്ള സംഭവം കിട്ടിയുള്ളത് എംബൈക്കേൻ്റെ ആർമിൻ്റെ എന്ന് പറഞ്ഞ സാധനമാണ് വാട്ടർ പ്രൂഫ് ചെയ്യാൻ കിട്ടിയുള്ളത്. ഇത് കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയലാട്ടോ. ഇത് സംഭവം അടിപൊളിയാണ്. ഒരുപാട് മെറ്റീരിയൽ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽ ഉണ്ട്. ഇപ്പോൾ പല ആൾക്കാരും പല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ന് കൊടുക്കുന്നതാണ് ഇത്. നമ്മൾ തന്നെ പറഞ്ഞാണ് കൊണ്ടുവരാൻ. ഇത് കുഴപ്പമില്ലാത്തൊരു സാധനമാണ്. മെറ്റീരിയൽ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഒരു ചെറിയ തരിയുള്ള ഒരു പൗഡറും പിന്നെ ഒരു വെളുത്ത ലിക്വിഡായിട്ടാണ് വരുന്നത്. ഇത് ഒന്നിച്ച് നമുക്ക് കലക്കാൻ പറ്റില്ല കേട്ടോ. ഒന്നിച്ച് കലക്കിയാൽ നമ്മൾ ലാസ്റ്റ് അടി കഴിയുമ്പോഴേക്കിന് ഇതിൻ്റെ അടിഭാഗമൊക്കെ കട്ടായിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫുള്ള് അതിൻ്റെ എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം ഒരു ബക്കറ്റിൽ വേറെ ബക്കറ്റിൽ വെച്ചിട്ട് മിക്സ് ചെയ്യാണ് ഏറ്റവും നല്ലത്. ഓരോരോ ബാത്റൂമിനെ കണക്കാക്കിയാണ്ട് നമ്മൾ കുറച്ചെടുത്തിട്ട് മിക്സ് ചെയ്യാണ്. അങ്ങനെയാണ് സാധാരണ നമ്മൾ ചെയ്യൽ. നമ്മൾ ഏത് കമ്പനീൻ്റെ ഏത് പ്രൊഡക്റ്റ് വാങ്ങിയാലും ആ കമ്പനീൻ്റെ ആ പാക്കുമ്പോൾ തന്നെ എഴുതിയിട്ടുണ്ടാവും എത്ര റേഷ്യോ എങ്ങനെയൊക്കെ അടിക്കണം ഒക്കെ ക്ലിയറായിട്ട് എഴുതിയിട്ടുണ്ടാവും. പിന്നെ എത്ര കവറേജ് നമുക്ക് കിട്ടും അതും വ്യക്തമായിട്ട് അതിൽ എഴുതിയിട്ടുണ്ടാവും. വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ തലേ ദിവസം തന്നെ ഈ പ്ലംബിങ്ങിന് ചെയ്ത എല്ലാ പോയിൻറ്റുകളും കുമ്മായിട്ട് അടച്ച് ക്ലിയറാക്കി നിലം കോൺക്രീറ്റ് നിലമൊക്കെ വൃത്തിയാക്കി അടിച്ച് ക്ലിയറാക്കി വാഷ് ചെയ്തിടേണ്ടത് അത്യാവശ്യമാണ്. വാട്ടർ പ്രൂഫ് അടിക്കണമെന്ന് വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചില സൈറ്റിലൊക്കെ പോകുമ്പോൾ വാട്ടർ പ്രൂഫ് അടിച്ചിട്ടുണ്ടാവും, കോർണറൊന്നും ടച്ച് ചെയ്തിട്ടുണ്ടാവില്ല. കോർണറൊക്കെ ഒഴിഞ്ഞ് കിടക്കും. വാട്ടർ പ്രൂഫ് തട്ടാത്ത ഏരിയ ഒരുപാടുണ്ടാവും. നമ്മൾ ചെല്ലുമ്പോഴേക്ക് പണി കഴിഞ്ഞുകൊണ്ട് പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എന്താ ചെയ്തത് വെച്ചാൽ ആദ്യം കോർണറൊക്കെ കംപ്ലീറ്റ് ഒരു പ്രാവശ്യം ഫുള്ള് എല്ലാതും കോർണർ ക്ലിയറാക്കി അടിച്ച് സെറ്റാക്കിയിടും. എന്നിട്ടൊരു 2 മണിക്കൂറിന് ശേഷം നമുക്ക് രണ്ടാമത്തെ കോട്ട് ക്ലിയറാക്കി ചെയ്യാം. ഒരു ഗ്യാപ്പും എവിടെ ഉണ്ടാവില്ല, പക്ക ഫില്ലിംഗ് ആയി ഉണ്ടാവും. അങ്ങനെ ചെയ്താൽ നമുക്ക് വാട്ടറിലേക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാവുന്നതാണ്.